ഇന്ന് ലോകത്തിലുള്ള ക്രിസ്ത്യാനികളെല്ലാം യേശുവിൻ്റെ മരണം, കാൽവരി ക്രൂശിലെ മരണം, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിൻ്റെ പേരിലുള്ള ദുഃഖം ആചരിക്കുകയൊക്കെ ചെയ്യുന്ന ദിവസമാണ്. നിങ്ങളിത് ആചരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്കൊരു ഉത്തരം പറയാനുണ്ടാവും. ആചരിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ളവർക്ക് ഒരു ഉത്തരം പറയാനുണ്ടാവും. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് സംസാരിക്കുന്നതിൽ ചില കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് രേഖയിൽ നിന്ന് തന്നെ അങ്ങ് നീക്കം ചെയ്യും. കാരണം ഇപ്പോൾ തന്നെ നമ്മുടെ മെസ്സേജുകൾ പബ്ലിക്കായിട്ടുണ്ട്. അത് പരിഭാഷപ്പെടുത്തിയെടുത്താൽ ഈ ദേശക്കാർക്ക് കേസെടുക്കാൻ വേണ്ട വകകളൊക്കെ ഞാൻ അതിനകത്ത് ഇപ്പം തന്നെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ഇനി പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായി. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. ഉപവാസ പ്രാർത്ഥന സാധാരണ ഭർത്താക്കന്മാർ ഉപവാസം എടുക്കുമ്പോൾ ഭാര്യമാർക്കൊരു പ്രയാസം തോന്നും. ഭാര്യ ഉപവാസം എടുക്കുമ്പോൾ ഭർത്താവിനൊരു പ്രയാസം തോന്നും. മക്കൾ ഉപവാസം എടുക്കുമ്പോൾ അപ്പനും അമ്മയ്ക്കും പ്രയാസം തോന്നും. സന്തോഷം തോന്നുന്ന ഒരു ചുരുക്കമാണ്. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ മനുഷ്യ സഹജമാണ്. ഇവിടെ നമ്മൾ ദുഃഖവെള്ളിയിലേക്ക് വരാം. പലപ്പോഴും പലവിധമായ ഉപദേശങ്ങൾ പലർക്കും കൊടുക്കാറുണ്ട്. ദൈവം എനിക്ക് തന്ന അറിവുകളിൽ നിന്നാണ് പല ഉപദേശങ്ങളും കൊടുക്കുന്നത്. അതിലൊന്നാണ് പ്രീമാരിറ്റൽ കൗൺസിലിംഗ്. ചില നാടൻ വ്യക്തികൾക്ക് തോന്നും ഇതൊക്കെ മൃഗങ്ങൾക്ക് പോലും മനസ്സിലാവുന്നതും അറിവുള്ള കാര്യങ്ങളുമല്ലേ, ഇതിനകത്തൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനും എന്തിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നും. 100% ഞാനതിനോട് യോജിക്കുന്നു. ഒരു മൃഗത്തെ പോലെയും ഒരു സ്വാഭാവികമായ രീതിയിൽ മനുഷ്യനായിട്ട് മനുഷ്യന് ദൈവം നൽകിയിരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ജീവിച്ചു വന്നിരുന്നു എങ്കിൽ എനിക്കിതിനകത്ത് പ്രയാസമില്ലായിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പഠിക്കാൻ തന്ന പുസ്തകത്തിനകത്ത് വെച്ച് വേറൊരു പുസ്തകം നിങ്ങൾ വായിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ലഭിച്ച സൗകര്യങ്ങളിൽ വെച്ച് മറ്റ് പല സംഗതികളും കണ്ട് തൃപ്തി അടയുകയും സന്തോഷിക്കുകയും രഹസ്യമായി നിങ്ങളുടേതായ വിനോദങ്ങൾ കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൂടെ വന്നുപോയ ചില പാകപ്പിഴകളും നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. ഇത് അനുഭവിച്ച് അതിൻ്റെ കേട് ഒക്കെ പരിചയിച്ച് അതിൻ്റെ ശിക്ഷയൊക്കെ വാങ്ങിച്ച ചിലർക്ക് ഇതറിയാം. അവരിത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ ചില വ്യക്തികളോടൊപ്പം ഞാനും പങ്കുകാരനുമാണ്. അവരുടെ അനുഭവങ്ങൾ ഞാൻ വായിച്ചിട്ടും ഉള്ളത് കൊണ്ടാണ് ഇത് മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടി ഇത്തരം സംഗതികളൊക്കെ നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദുഃഖ വെള്ളിയാഴ്ചയെക്കുറിച്ച് ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവം നമ്മളോട് ഒരു ദിവസം ആചരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? കൃത്യമായിട്ടൊരു രേഖ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? അത് കൃത്യമായിട്ട് ചെയ്യും. ഈ ഒരു പ്രയാസം എല്ലാ സമയത്തും നമുക്കുണ്ടാകാറുമുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ നാട്ടിൽ നിന്ന് ഞായറാഴ്ച ദൈവത്തെ ആരാധിച്ച് കടന്നു വന്നതുകൊണ്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെയുള്ള ഒരുമാതിരിപ്പെട്ട ഏത് പുതിയ നിയമസഭകളെ സമീപിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാകും, അവർക്ക് ഞായറാഴ്ച വൈകിട്ടും ഒരു ആരാധനയുണ്ട്, വ്യാഴാഴ്ച വൈകിട്ടോ വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു സമയത്തോ ഒരു ആരാധനയുണ്ട്. രണ്ടിനെ അവർ ആരാധന എന്നാണ് പറയുന്നത്. ഞായറാഴ്ച നടത്തുന്ന പറഞ്ഞാൽ ആരാധന, വെള്ളിയാഴ്ച പിന്നെ എല്ലാ സഹോദരങ്ങൾക്കും കടന്നു വരാൻ സൗകര്യത്തിലൊരു ആരാധന, കൂട്ടായ്മയല്ല ആരാധന. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? നമുക്ക് ആ ഞായറാഴ്ച എന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞു പോയ ഒരു സംഗതിയുണ്ട്. അതിൻ്റെ കൂടെ കർത്തൃ ദിവസം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഇത് രണ്ടും കൂടി പിടിക്കുമ്പോഴത്തേക്ക് നമുക്കിത് അങ്ങോട്ട് മാറ്റാൻ ഒരു സാധ്യതയും നമുക്ക് തെളിഞ്ഞു കാണുന്നില്ല. ഇതെന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ചിന്തിച്ച് നോക്കിയാലേ മനസ്സിലാവും. ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് പലരും തർക്കിച്ച് പല പ്രശ്നങ്ങളിലും എത്താറുണ്ട്. ഞാൻ തർക്കത്തിലൊക്കെ ഒന്നും എത്താനല്ല, പക്ഷേ തർക്ക വിഷയങ്ങളിൽ ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി. വെള്ളിയാഴ്ച ന്യായീകരിക്കുന്നവർ പറഞ്ഞൊരു വാദം, ഇസ്രായേൽ ജനം ഭാഗികമായ ദിവസത്തെയും പൂർണ്ണ ദിവസമായി പരിഗണിക്കും.
അതുകൊണ്ടാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. വെള്ളി, ശനി, ഞായർ 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. 3 ദിവസം കഴിയല്ല, ഞായറാഴ്ച എപ്പോഴെങ്കിലും എഴുന്നേറ്റാൽ മതി. അപ്പോൾ തന്നെ ഭാഗിക ദിവസം പൂർണ്ണ ദിവസമായി. വെള്ളിയാഴ്ച ഭാഗിക ദിവസം പൂർണ്ണ ദിവസമായി. ശനിയാഴ്ച പൂർണ്ണമായിട്ട് ഒരു ദിവസമുണ്ട്. മൊത്തം എത്ര ദിവസമായി? 3 ദിവസം. ഇതാണ് സയൻസ്. ഇതിനെ തെറ്റാണെന്നോ ആക്ഷേപിക്കാനോ ഒന്നും അല്ല ഞാൻ ശ്രമിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കൽപ്പന കൊടുത്തതാരെന്നാ പറഞ്ഞ് പെസഹ ആചരിക്കാൻ? സംശയമുള്ളവരുണ്ടോ? ഇല്ലെങ്കിൽ പുറപ്പെടുന്ന പുസ്തകം നമുക്ക് വായിക്കാം. ദൈവമാണ് കൊടുത്തത്. യേശു ക്രിസ്തു ശിഷ്യന്മാരുമായി പെസഹ അത്താഴം കഴിച്ചപ്പോഴാണ് ഒരു ദിവസം മുമ്പേ. ന്യായമായിട്ടും അവരെന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ദൈവത്തിന്റെ പുത്രൻ വചനം ജഡമായി തീർന്നവൻ ഭൂലോകത്തിൽ വന്ന് ശിഷ്യന്മാരുമായിട്ടൊരു മാതൃകയായിട്ടൊരു കാര്യം ചെയ്യണ്ടേ? പറഞ്ഞ ദിവസമെങ്കിലും പാലിക്കണ്ടേ? യവൻ പാസ്റ്ററാണോ അതോ നിരീശ്വരവാദിയാണോ എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നല്ലേ? സംശയമുള്ളവർക്കായി വീണ്ടും പറയുകയാണ്, യേശു ക്രിസ്തു ശിഷ്യന്മാരുമായിട്ട് പെസഹ അത്താഴം കഴിച്ചത് പെസഹ അത്താഴം കഴിച്ചത് ഈ പറയുന്ന പെസഹയുടെ അന്നല്ല, അതിന് മുമ്പിലത്തെ ദിവസമാണ്. സംശയമുള്ളവർക്ക് വേദവസമായി. ഇനി കൃത്യമായിട്ട് യോന മത്സ്യത്തിന്റെ വയറ്റിൽ 3 ദിവസം 3 രാവും 3 പകലും ഇരുന്നത് പോലെ എന്നുള്ള യേശുവിന്റെ അടയാളം കൃത്യമായി പാലിക്കണമെങ്കിൽ യേശു ക്രിസ്തു ബുധനാഴ്ച ക്രൂശിൽ കയറണം. ബുധനാഴ്ച വൈകുന്നതിന് മുമ്പ് മരിച്ചു മരിക്കണം. ഇതാണ് തത്വം. ഞാൻ നിങ്ങളെ വസ്തുത മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞതെന്നെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതട്ടെ. ഇതിനകത്ത് നമുക്ക് ആരോടെങ്കിലും തർക്കിക്കാൻ വകയുണ്ടോ? ഉള്ളവർ പോകുമ്പോൾ ഒന്ന് കണ്ടിട്ട് പോകണം. ദൈവത്തിന്റെ സ്വാഗതം. ഞാനിന്ന് പ്രത്യേകാൽ എല്ലാവരോടും കടന്നു വന്ന് കേൾക്കണമെന്ന് ആഗ്രഹിച്ച ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഇലക്ഷന് പോകുന്നത് നിങ്ങളുടെ വീട്ടുകാരാർക്കെങ്കിലും വോട്ട് ചെയ്യുന്നതൊന്നും എനിക്കൊരു വിഷയമേ അല്ല. എനിക്ക് തൽക്കാലം എല്ലാ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്നൊരു രാഷ്ട്രീയം സ്വീകരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി ഞാൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കാറുണ്ട്. പക്ഷേ കത്തോലിക്ക സഭയുടെ സ്വത്തുക്കൾ ഇപ്പോഴിരിക്കുന്ന ഭരണകൂടങ്ങൾ ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഒരു 10 വർഷത്തിനകം അത് അവരിൽ നിന്ന് മറ്റാരുടെയെങ്കിലും കൈകളിലേക്ക് എത്തും. സംശയമുണ്ടെങ്കിൽ, എനിക്ക് ആയുസുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കാണാം, ഇല്ലെങ്കിൽ നിങ്ങൾ കാണാം. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവമനുഷ്യനെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. കാരണം ദൈവത്തെ ആരാധിക്കാൻ ദൈവം സൃഷ്ടിച്ച ഏറ്റവും മഹത്തരമായി സൃഷ്ടിച്ച ഒരു സൃഷ്ടി അവസാനം ആ സൃഷ്ടിക്ക് പെട്ടെന്ന് തോന്നി ഞാൻ അത്യുന്നതൻ്റെ മുകളിൽ കയറും എന്ന് തോന്നിയപ്പോൾ ആ സൃഷ്ടിയെ ചിന്തിച്ചതേ ഉള്ളൂ. ആ സംവിധാനങ്ങൾ എത്ര നല്ലതാണെന്ന് ആലോചിച്ചു. ഇന്ന് നമ്മളുണ്ടാക്കുന്ന യന്ത്രങ്ങൾ മാൽഫങ്ഷൻ ചെയ്താൽ ചെയ്ത് കഴിഞ്ഞേ അറിയാൻ നമുക്ക് സംവിധാനമുള്ളൂ. പക്ഷെ ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടിയിൽ ആ മെമ്മറിക്കകത്ത് ഈ സാധനം വന്നപ്പോൾ എന്ത് ചെയ്തു? ആ ഡിവൈസ് അങ്ങ് ഓഫാക്കി. ആ ഡിവൈസിൻ്റെ പവർ മൊത്തം പതുക്കെ അങ്ങ് മാറ്റിക്കളഞ്ഞു. ഇതാണ് ദൈവത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഗുണം. ഇനി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളർത്തുമൃഗം ഏതോ ആയിക്കോട്ടെ, പട്ടിയോ പൂച്ചയോ, ഇത് പറഞ്ഞപ്പോൾ ഓർത്തത്, കുട്ടികളെ ഒരു മൃഗത്തിൻ്റെയും കാര്യം പറഞ്ഞ് ഭയപ്പെടുത്തരുത്. എല്ലാ മൃഗത്തിനും ദോഷവശങ്ങളുള്ളതുകൊണ്ട് വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കണം. പട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലേ പട്ടി കടിക്കും, പൂച്ച ഇഷ്ടപ്പെട്ടില്ലേ മാന്തും, ചെലന്തി അതിന് ജീവരക്ഷ ഭയം തോന്നിയാൽ അത് ഉപദ്രവിക്കും.
ചിലന്തിക്ക് ചെറിയ വിഷമുണ്ട്, അത് ചെറിയ ചികിത്സയിൽ മാറും. എന്നാൽ നല്ല വിഷമുള്ളത് ആമസോണിലുണ്ട്, അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം. പട്ടിക്കാണെങ്കിൽ പേ എന്ന് പറയുന്ന രോഗമുള്ള സ്ഥലങ്ങളുണ്ട്. അത് വനങ്ങളുള്ള രാജ്യങ്ങളിലാണ് ഇത് കൂടുതലായിട്ടുള്ളത്. പ്രത്യേകിച്ച് ബഹ്റിലെ പട്ടിക്ക് പേ ഇല്ല. ബഹ്റിലെ പട്ടിക്ക് പേ ചികിത്സ നടത്താറുമില്ല. അപ്പോൾ പേ ഉള്ള പട്ടി കടിച്ചാൽ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ 90 ദിവസത്തിനകം മരണം ഉറപ്പാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ആണോ പെണ്ണോ ഏതോ ആയിക്കോട്ടെ, ഇതൊരു പൂച്ചയെ പേടിച്ച് വളരുകയാണെന്ന് വെച്ചോ, ഇതൊരു കല്യാണം കഴിച്ച് പോകുമ്പോഴും പൂച്ചയെ കണ്ടാൽ ഇണയിട്ടേച്ച് ആൾ ഓടും. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരും. മക്കളെ പേടിപ്പിക്കരുതെന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇതിന് പലരും പട്ടിയും പൂച്ചയും മാത്രമല്ല പാർശ്വ വരെ ഉപയോഗിക്കുന്നുണ്ടെന്ന് വാർത്തകൾ നമ്മൾ അറിയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 5 മൃഗം ഉണ്ടെന്നിരിക്കട്ടെ, അതേപോലത്തെ ഒരു 5 പാവയുണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നതനുസരിച്ച് ഇതിനെല്ലാം AI സംവിധാനം ഉണ്ടെന്ന് വെച്ചോ. നിങ്ങൾ വന്ന് കയറുമ്പോൾ ഈ 5 പാവയും ഈ 5 മൃഗങ്ങളും നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ കാലിലോ കയ്യിലോ എവിടെയെങ്കിലും ഒക്കെ ഒരു ഉമ്മയൊക്കെ തരുന്നു, നിങ്ങളെ തൊട്ടി ഒരുമി നിൽക്കുന്നു. നിങ്ങൾ ഏതിനെ തിരിച്ച് കെയർ ചെയ്യും? പാവകളെ കെയർ ചെയ്യുന്നവരെ കൈ കൊടുക്കുകയും ആരുമില്ല. ഉണ്ടെങ്കിലും പറയാൻ മടിയായോണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കട്ടെ. നമ്മുടെ ദൈവം അങ്ങനെയാണെന്ന് കരുതിക്കോണം. ദൈവത്തിന് പാവകളെ വേണ്ട. പിന്നെ സ്വന്തം മനസ്സിൽ സന്തോഷത്തോടെ ഇവിടെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരെയാണ് ദൈവത്തിന് വേണ്ടത്. മനസ്സിലായോ? സ്വന്തം മനസ്സിൽ സന്തോഷത്തോടെ ഇവിടെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരെയാണ് നമ്മുടെ ദൈവത്തിന് ആവശ്യം. ഞാനിന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യം 38 7 മുതൽ 10 വരെയുള്ള വാക്യം. ആയതുകൊണ്ട് യഹോവനെ മരിപ്പിച്ചു. അപ്പോൾ യഹൂദ ഓനാനോട് നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ എടുക്കൽ ചെന്ന് അവളോട് ദേവതധർമ്മം അനുഷ്ഠിച്ച് ജ്യേഷ്ഠന്റെ പേര് സന്തതി ഉളവാക്കുക എന്ന് പറഞ്ഞു. എന്നാൽ ആ സന്തതി നല്ലതായിരിക്കില്ല എന്ന് ഓനാൻ അറിവുകൊണ്ട് ജ്യേഷ്ഠന്റെ ഭാര്യ എടുക്കൽ ചെന്നപ്പോൾ ജ്യേഷ്ഠന് സന്തതി കൊടുക്കാതിരിക്കാൻ പറഞ്ഞു. അവൻ ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നുകൊണ്ട് അവൻ ഇവനെ മരിപ്പിച്ചു. എനിക്ക് തോന്നുന്നത് എല്ലാവരും വായിച്ചു കേട്ടോ. നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കി വായിച്ചോ. അല്ലാത്തവർ ഒന്നും ചെയ്താത്തവരും ഉണ്ട്. എല്ലാവരും വാക്യങ്ങളൊന്ന് വായിച്ചു. യഹോവയുടെ ആദിജാതനായ ഏർ യഹോവയ്ക്ക് അനിഷ്ടനായിരുന്നത് കൊണ്ട് യഹോവ അവനെ മരിപ്പിച്ചു. അപ്പോൾ യഹൂദ ഓനാനോട്, അയാളുടെ സഹോദരൻ, മരിച്ചുപോയ ആളുടെ അനുജൻ, നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്ന് അവളോട് ദേവരധർമ്മം അനുഷ്ഠിച്ച് ജ്യേഷ്ഠന്റെ പേർക്ക് സന്തതിയെ ഉളവാക്കുക എന്ന് പറഞ്ഞു. അതിനവൻ എന്നാൽ ആ സന്തതി തൻ്റേതായിരിക്കില്ല എന്ന് ഓനാൻ അറിയുകൊണ്ട് ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നപ്പോൾ ജ്യേഷ്ഠന് സന്തതിയെ കൊടുക്കാതിരിക്കേണ്ടതിന് നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു. അവൻ ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായതുകൊണ്ട് അവൻ ഇവനെയും മരിപ്പിച്ചു. എനിക്കറിയാം, കർത്തൃമേശയും ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ ദിവസവും ഒക്കെ വരുമ്പോൾ വായിക്കാൻ പറ്റിയൊരു വാക്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല. വായിക്കാൻ എടുത്തയാൾ തന്നെ പിന്നൊന്ന് സംശയിച്ചിട്ടാണ് വായിച്ചു തുടങ്ങിയത്. വായിക്കുന്നവർ ഈ പ്രസംഗത്തെ ആദ്യം വിവേചിച്ചിട്ട് അവർ നമുക്ക് തരുന്ന സാവകാശം തരുന്ന കേട്ടോ. ചിലപ്പോൾ ഈ വാക്യം വേണ്ടെന്നൊക്കെ അവർ തീരുമാനിച്ച് വേറെ വാക്യമൊക്കെ വായിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദേവരധർമ്മം വേദപുസ്തകത്തിൽ പറഞ്ഞേക്കുന്ന ഒരു വസ്തുതയാണ്. വേദപുസ്തകത്തിൽ ഇസ്രായേലിന് കൊടുത്ത നിയമങ്ങളിൽ ഒരു ക്രിട്ടിക് എന്ന് പറഞ്ഞാൽ ഒരു വിമർശകന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ്, ദൈവം അവർക്ക് കൊടുത്ത നിയമങ്ങളുണ്ട്. അതിൽ എല്ലാവർക്കും വേണ്ടിയുള്ളത്, ലോക മനുഷ്യർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള നിയമങ്ങളുണ്ട്. ആ രാജ്യത്തിന് വേണ്ടി കൊടുത്ത നിയമങ്ങളുണ്ട്. ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് വേണ്ടി യഹൂദന്മാർ മാത്രം ഭരിക്കുകയും സർവ ആധിപത്യവും യഹൂദന്മാർക്ക് മാത്രം ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ പാലിക്കപ്പെടേണ്ടതായി ഉള്ള നിയമം, രാജ്യത്തിൻ്റെ നിയമമുണ്ട്.
എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതിന്റെ അർത്ഥം ആ രാജ്യം ഇല്ലാതായി കഴിഞ്ഞാൽ ആ നിയമത്തിന് എന്തില്ല, സാധുതയില്ല, അല്ലെങ്കിൽ ആ നിയമത്തിന് വിലയില്ല, ആ നിയമം പാലിക്കപ്പെടേണ്ടതുമല്ല. മനസ്സിലായോ? ഇനി അന്ന് അവര് പാലിച്ചു കൊണ്ടിരുന്ന പല നിയമങ്ങളും അല്ലെങ്കിൽ പല ആചാരങ്ങളും അല്ല പതിവുകളും ഒക്കെയും ദൈവം എന്ത് ചെയ്തു? ദൈവം അല്ലെങ്കിൽ മോശയിലൂടെ അത് അവർക്ക് ഒരു രേഖയാക്കി കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് യേശുക്രിസ്തു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് ഓർമ്മയുണ്ടോ? ഉപേക്ഷണ പത്രം കൊടുത്ത് വിവാഹമോചനം നടത്താമെന്ന്. എന്നാൽ ചിലർ വ്യാഖ്യാനിക്കാറുണ്ട് പുതിയ നിയമസഭയ്ക്കും വ്യഭിചാരം ചെയ്താൽ എന്ത് ചെയ്യാമെന്ന്, വിവാഹമോചനം നടത്താമെന്ന്. ഒരു കാരണവശാലും വിവാഹമോചനം നടത്തുന്നത് യേശുക്രിസ്തുവിന് സന്തോഷമല്ല. അതിന് നാളെ ആര് ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഒരു കാരണവശാലും. അതാ വായിക്കുന്നതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിലൊക്കെയാണ് ഇത് പറഞ്ഞേക്കുന്നത്. നമുക്ക് സാവകാശം എടുത്ത് വായിക്കാം. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് മതി, ഇപ്പം മറിക്കണ്ട. ദൈവത്തിന് സ്വാഗതം. ദേവരധർമ്മം എന്ന് പറഞ്ഞാൽ സഹോദരൻ മരിച്ചുപോയാൽ അവന്റെ അവകാശം നിലനിർത്താൻ ഒരു കുട്ടിയെ കൊടുക്കുക എന്നുള്ള പറയുന്നത് അവന്റെ അനുജനായിരിക്കുന്ന സഹോദരന്റെ ഉത്തരവാദിത്തമായി ആ ദേശക്കാർ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ ആ കാലത്ത് നടന്നിരുന്ന ഒരു രീതിയാണ്. ഇതിനെ നിയമപ്രകാരം പോലും സാധുത ആവർത്തന പുസ്തകത്തിൽ നിയമമൂലം ദൈവം നൽകിയിട്ടുണ്ട്. ഈ നിയമപ്രകാരമാണ് വീണ്ടെടുപ്പിന്റെ നിയമം നിലനിൽക്കുന്നത്. മനസ്സിലായോ? ഒരു ഭവനത്തിൽ ഒരു സ്ത്രീ മക്കളില്ലാതെ ഭർത്താവ് മരിച്ചു പോവുകയോ അവരുടെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടുകയോ ചെയ്താൽ അവരെ വീണ്ടെടുക്കാനുള്ള നിയമം പോലും അധിഷ്ഠിതമായിരിക്കുന്നത് ഈ ദേവരധർമ്മത്തിൽ ഊന്നിയാണ്. ഇതുകൊണ്ടാണ് രൂത്തിന്റെ പുസ്തകത്തിലെ വീണ്ടെടുപ്പ് വരുമ്പോഴത്തേക്ക് ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ വീണ്ടെടുപ്പിന് വന്നപ്പോ ആ മനുഷ്യൻ എന്തുമല്ലായിരുന്നു? അവന് രൂത്തിനെ വീണ്ടെടുക്കാൻ താല്പര്യമല്ലായിരുന്നു, നവോമിയുടെ നിലം വീണ്ടെടുക്കാൻ അവന് താല്പര്യവുമായിരുന്നു. എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് അവകാശമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ നിലം ലഭിക്കും. പക്ഷെ എന്ത് ചെയ്യും? ഇതിപ്പോ രൂത്തിനെ വീണ്ടെടുക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാം? നവോമിയുടെ നിലം വീണ്ടെടുത്തതായിട്ട് കർമ്മം നടക്കും. പക്ഷേ നവോമിയുടെ കാലശേഷം നിലം ആർക്കായി? വീണ്ടെടുത്തവനായി. എന്നാൽ രൂത്തിനെ വീണ്ടെടുത്താലോ? രൂത്തിനെ കൂടെ വീണ്ടെടുത്താൽ രൂത്തിന് ലഭിക്കുന്ന ആദ്യത്തെ കുഞ്ഞിന് ഈ നിലം അവകാശമായി ചേരും. അപ്പോൾ നഷ്ടക്കച്ചവടത്തിന് ഞാനില്ലെന്നാണ് ആദ്യത്തെ വീണ്ടെടുപ്പുകാരൻ പറഞ്ഞാണ്. അവിടെയാണ് ബോവസിന്റെ പ്രാധാന്യം നിലനിൽക്കുന്നത്. ഈ ക്രിസ്തുവിന് സമനായി ബോവസ് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിച്ച കാര്യം, ഏറ്റവും പ്രധാനമായുള്ള വസ്തുത എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഓനാൻ എന്ന് പറഞ്ഞ ആ പേര് ഓനാനിസം എന്ന് പറയുന്ന ഒരു വാക്ക്, ആ വാക്ക് അർത്ഥമാക്കുന്നത് കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്നാണ്. ഇത് വേണമെങ്കിൽ എന്തായാലും ഗൂഗിളൊക്കെ ഉള്ളവരല്ലേ, വീട്ടിൽ പോയി നോക്കിയാൽ മതി. കേട്ടില്ലല്ലേ? കോയിറ്റസ് ഇന്ററപ്റ്റസ്. ആ വാക്കിന് സമാനമായ അർത്ഥമാണ് ഓനാനിസം എന്ന വാക്കിന്. അപ്പോൾ അതിന് കാരണമായ വ്യക്തിയാണ് ഇദ്ദേഹം. തൻ്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രതീക്ഷ ദൈവത്തിനുണ്ട്. ആ ഭവനത്തിനൊരു പ്രതീക്ഷയുണ്ട്, ആ ഭാര്യയ്ക്കൊരു പ്രതീക്ഷയുണ്ട്. ഇതുപോലെയാണ് നമ്മൾ നിലനിൽക്കുന്ന ഓരോ സ്ഥലത്തും. ഒരു വിവാഹവേദിയിലോട്ട് ഒരു ഹൈന്ദവൻ കയറി നിൽക്കുമ്പോൾ, അവന്റെ കൂടെ ഒരു ഹൈന്ദവ സ്ത്രീയും കയറി നിൽക്കുമ്പോൾ അവർക്ക് പരസ്പരം പറയാതെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ വിവാഹം കഴിഞ്ഞാൽ ഹൈന്ദവ ആചാരപ്രകാരം ഞങ്ങൾ ജീവിക്കും. അതിനെ പ്രത്യേകിച്ച് വാക്കുവല്ലം പറയണോ? വേണ്ട. ഇനി ഒരു വിവാഹാലോചന നടക്കുമ്പോൾ സാധാരണയുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ചോദിക്കാതെ എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഈ വിവാഹബന്ധത്തിലേക്ക് കടന്നു വരുന്ന ഒരാൾ, നിങ്ങൾ കല്യാണം കഴിച്ച വിവാഹം എന്തായാലും ഒരു പെണ്ണ് കണ്ടിട്ടൊക്കെ കല്യാണം കഴിച്ചവരാണല്ലോ ഇരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ വന്ന് കണ്ടു കാണുമല്ലോ കല്യാണം കഴിച്ചവരെല്ലാവരും. അന്നേരം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, നിങ്ങൾ നേരത്തെ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് ആരെങ്കിലും?
ഇല്ല. നിങ്ങളങ്ങനെ ഉറപ്പാക്കിയതല്ലേ? നിങ്ങളത് ഉറപ്പാക്കിയതല്ലേ? എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വേദിയിലോട്ട് കയറി നിൽക്കുമ്പോൾ നിങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഉറപ്പാക്കിയ ഒന്നിലധികം കാര്യങ്ങളുണ്ട്. ഒന്നല്ല, ഒന്നിലധികം. സാധാരണ വിവാഹ വേദിയിൽ വരന്റെയും വധുവിന്റെയും കയ്യിലിരിക്കുന്ന സംഗതി ഉണ്ട്. എന്തോന്നറിയാം? ഇല്ലെങ്കിൽ പാസ്റ്റർമാരോ കൊണ്ടുവന്ന് അടിച്ചേപ്പിക്ക് വരണം. അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് ഈ കൈയുടെ പത്തിക്കകത്ത് നിൽക്കുന്ന ഒരു പുസ്തകം അവർ നേരത്തെ കരുതിയിരിക്കും. ഏതോ പുസ്തകം കൈ പിടിച്ചാൽ നീ ഭക്തനും ആവത്തില്ല, ഈ താത്ത് വെച്ചാൽ നീ അവിശ്വാസിയാവത്തില്ല. ഇതകത്തോട്ട് കയറിയാൽ നീ വിശ്വാസിയാവും, കയറി അതിനനുസരിച്ച് ജീവിച്ച. വിശ്വാസി എന്ന് പറഞ്ഞൊരു സഭയിലോട്ട് കയറി നിൽക്കുമ്പോൾ നിങ്ങൾ അവിടെ പ്രഖ്യാപിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ സഭയിൽ എത്ര നാളായി എന്ന് ചോദിക്കുമ്പോൾ 10 വർഷമായി, 2 വർഷമായി, 3 വർഷമായി എന്നൊക്കെ പറയുമ്പോൾ അവിടെ നിങ്ങളെക്കുറിച്ച് ദൈവവും നിങ്ങളെ ചുറ്റും നിങ്ങളെ കാണുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ വാക്ക് പറയാതെ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച ദിവസം ഉപവാസമായിരുന്നു. ഉപവാസം എടുക്കാന്ന് പറഞ്ഞാൽ പട്ടിണി നടക്കാമെന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം, ആഹാരം ഉപേക്ഷിക്കാമെന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. അത് ഒരർത്ഥമാണ്. അതിന് ആരോഗ്യമില്ലാത്തവരൊക്കെ ഒരുപാടുണ്ടാവും എല്ലാ കാലത്തും ലോകത്ത്. പക്ഷെ ഒരു കാരണവശാലും ജീവിതത്തിന്റെ എന്തെങ്കിലും ഭാഗം കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപവാസത്തിൽ പങ്കുചേരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ പ്രീതിപ്പെടുത്തണമെന്നോ ഇവിടെ ഉള്ളവരെ പ്രീതിപ്പെടുത്തണമോ വെള്ളിയാഴ്ച വന്ന് ഇവിടെ ഒരു ചെറിയ ഘോഷയാത്രയൊക്കെ നടത്തിയാൽ മതി. അതിനുള്ള മരുന്ന് എല്ലാവരും കയ്യിലുണ്ട്. പക്ഷെ ദൈവത്തെ പ്രീതിപ്പെടുത്തണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് ചെന്നാൽ നടക്കത്തില്ല. കൃത്യമായിട്ട് അകത്തുള്ളത് കൊണ്ട് ചെല്ലണം. ഇവിടെ വന്നിരുന്ന് ചെയ്യുന്ന ഓരോ കാര്യത്തിനും അവിടെ കണക്കുണ്ടെന്ന് മനസ്സിലാകാതെ പോകരുത്. നമ്മളെക്കാൾ ഭയങ്കര ശ്രേഷ്ഠമായിട്ട് സൃഷ്ടിച്ചവനെയാണ് അവന്റെ ചിന്തയുടെ അകത്ത് ആ ഐറ്റം കടന്നു വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തത്? അവന്റെ സകല അധികാരത്തെയും കുറച്ച് അവനെ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റിയത്. അങ്ങനെയുള്ള ദൈവത്തിന് നമ്മുടെ ചിന്താഗതികൾ മനസ്സിലാക്കാതെ പോകുന്നു എന്ന് ധാരണയുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദൈവത്തെ വിളിക്കാനേ ഇനി വരരുത്. ഈ ദൈവത്തെക്കുറിച്ച് അറിവുണ്ടായിട്ട് വേണം ഈ ദൈവത്തെ വിളിക്കാൻ. ദൈവത്തിന് സ്വാഗതം. നമ്മുടെ ഓരോ പ്രവൃത്തിക്കും നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. ഒരു വിശ്വാസിയാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്ത്യാനിയാണെന്ന് വിശ്വാസി എന്ന് പറയുമ്പോഴത്തേക്ക് പെന്തക്കോസ്തുകാരനൊക്കെ ആയിപ്പോയി. അതൊന്നും വേണ്ട. അതൊക്കെ ഭൂമിയിലുണ്ടാക്കിയ മതങ്ങളാണ്. ഒരു ക്രിസ്ത്യാനിയാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ അവിടെ പ്രഖ്യാപിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എൻ്റെ ജോലിയിൽ ഞാൻ വിശ്വസ്തനായിരിക്കും, എൻ്റെ വാക്ക് ഉവ് ഉവ് എന്നായിരിക്കും, എൻ്റെ വാക്ക് ഇല്ല ഇല്ല എന്നായിരിക്കും, എൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ ഭാര്യ ഒരു വിശ്വാസിയിൽ നിന്ന്, ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മുഴുവൻ എന്നിൽ നിന്ന് ലഭിച്ചിരിക്കും, എൻ്റെ ഭർത്താവ് ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ലഭിക്കുമെന്ന് വേദപുസ്തക പ്രകാരം വിശ്വസിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നിൽ നിന്ന് അവന് ലഭിച്ചിരിക്കും. എൻ്റെ ജോലിദാതാവിന് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം അതിലും നന്നായിട്ട് ക്രിസ്തുവിനെന്ന പോലെ ഞാൻ ചെയ്തിരിക്കും. ഞാനൊരു തൊഴിലുടമയെങ്കിൽ എൻ്റെ തൊഴിലാളിക്ക് അവന് സാധാരണ ലോക മനുഷ്യനേക്കാൾ മാന്യമായ ജീവിതം ഞാൻ അവന് നൽകിയിരിക്കും. ദൈവത്തിന് സ്വാഗതം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തെറ്റാണെങ്കിൽ നമ്മൾ ഈ വായിച്ച വാക്യങ്ങളിലൂടെ വീണ്ടും പോകേണ്ടി വരും. നിങ്ങൾ ഈ ലോക ജീവിതത്തിൽ ഓരോ സ്ഥലത്തും ഒരു ക്രിസ്ത്യാനി എന്നുള്ള പേരിൽ കയറി നിൽക്കുമ്പോൾ അത് പ്രഖ്യാപിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് മറന്നു പോകരുത്.
ക്രിസ്ത്യാനിയായ പിതാവിന് വ്യത്യാസമുണ്ട്, ക്രിസ്ത്യാനിയായ മാതാവിന് വ്യത്യാസമുണ്ട്. ദൈവം നിങ്ങളെ ഒരു തലമുറ ഏൽപ്പിച്ചേക്കുന്നത്, ഞാൻ ചോദിക്കട്ടെ, ഒരു ബേബി സിറ്ററുടെ കൊണ്ട് കൊച്ചിനെ കൊടുക്കുമ്പോൾ അവർക്കുണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അത്രയും കാര്യങ്ങളെങ്കിലും മാതാപിതാക്കളായ നിങ്ങൾക്കുണ്ടോ? ചെലവിന് കൊടുക്കുന്ന ഒഴിച്ചാൽ. ഇയാൾ എന്തോ ശരിയല്ലാത്തത് പറയുന്ന പോലെ തോന്നുന്നുണ്ടോ? ബേബി സിറ്റർ എടുത്ത് പോകുമ്പോൾ മൊബൈൽ കുട്ടികളെ കാണരുതെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഒറ്റയായിട്ടുള്ളൂ, ബാക്കി വിടുക. നല്ല ആഹാരം, ഒരു 50 വർഷമെങ്കിലും ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ആഹാരമെങ്കിലും ചിട്ടയായിട്ട് കൊടുക്കാൻ കഴിയുന്ന മാതാപിതാക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. 50 വർഷം എങ്കിലും ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന വിധത്തിൽ ആഹാരമെങ്കിലും കൊടുക്കാൻ കഴിയുന്ന മാതാപിതാക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പല്ല് പൊഴിഞ്ഞ പിള്ളേർ കുറവാന്ന്. 8-10 വയസ്സൊക്കെ ആകുമ്പോൾ പല്ല് പൊഴിയത്തില്ലേ? 3 വയസ്സാകുമ്പോഴേ പൊഴിഞ്ഞു കഴിയും, പീസായിട്ട്. മനസ്സിലായില്ലേ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ മേഖലയിലും പ്രഖ്യാപിക്കുന്ന ആ പ്രഖ്യാപനത്തിന് മൂല്യമുള്ളവരായി ജീവിച്ചില്ലെങ്കിൽ യഹോവയ്ക്ക് അനിഷ്ടം, ദൈവത്തിന് അനിഷ്ടം എന്ന് കരുതിക്കൊള്ളാം. നാം ചെയ്ത പ്രവർത്തിക്ക് കൃത്യമായി ദൈവത്തിൽ നിന്ന് വാങ്ങാനായിട്ട് ചെന്ന് നിൽക്കും എന്നുള്ളത് ഗ്രഹിച്ചോളാം. ദൈവത്തിന് സ്തോത്രം. എല്ലാ ബന്ധങ്ങളുടെയും പിന്നിൽ നമ്മൾ എഴുതി കൊടുക്കാത്ത ഒരു എഗ്രിമെന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളാം. അത് മാതാവും പിതാവും തമ്മിലായാലും, ഭാര്യയും ഭർത്താവും തമ്മിലായാലും, മറ്റ് എല്ലാ ബന്ധങ്ങളിലും, ഞാൻ പല ബന്ധങ്ങളിലും ഇതിനിടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു. ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു തൊഴിലുടമ എന്ന് പറയുന്ന പല സ്ഥാനങ്ങൾ, ഈ ഓരോ സ്ഥാനങ്ങളിലും നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു വ്യക്തിത്വം ഉണ്ടെന്ന് മറന്നു പോകരുത്. നമുക്കിപ്പോൾ ചർച്ച ഇതൊന്നും അല്ല, നമുക്ക് ഇലക്ഷന് നിൽക്കാൻ പറ്റുമോ, മന്ത്രിയാകാൻ പറ്റുമോ എന്നൊക്കെയാണ്. ഇതൊക്കെ അർത്ഥമില്ലാത്ത ചർച്ചകളാണെന്ന് ഞാൻ പറയും. കാരണം വിശ്വാസി എന്ത് ചെയ്യണം എന്നാണ് തീരുമാനിക്കേണ്ടത്. ആവർത്തന പുസ്തകം 25-ന്റെ 5, 6, 7, 8 വാക്യങ്ങൾ വായിച്ചു. 10 വരെ വായിച്ചു. അവളുടെ ഭാര്യയെ പരിഹരിച്ച് അവളോട് ദേവധർമ്മം പ്രവർത്തിച്ചു. മരിച്ചുപോയ സഹോദരന്റെ പേര് ഇസ്രായേലിൽ മാഞ്ഞു പോകാതിരിക്കുന്നതിന് അവൾ പ്രസവിക്കുന്ന ആദ്യജാതനെ അവന്റെ പേരിൽ കണക്കുകൂട്ടണം. സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിക്കാൻ അവന്റെ മനസ്സിലെങ്കിൽ അവൾ പട്ടണവാതിൽക്കൽ മൂപ്പന്മാരടുക്കൽ ചെന്ന്, എന്റെ ദേവന്റെ തന്നെ സഹോദരന്റെ പേര് ഇസ്രായേലിൽ നിലനിർത്തുവാൻ ഇഷ്ടമില്ല, എന്നോട് ദേവധർമ്മം നിവർത്തിപ്പാൻ അവന് മനസ്സില്ല എന്ന് പറയണം. അപ്പോൾ അവന്റെ പട്ടണത്തിലെ മൂപ്പന്മാർ അവനെ വിളിപ്പിച്ച് അവനോട് സംസാരിക്കണം. എന്നാൽ ഇവളെ പരിഹരിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് അവർ കണ്ണിച്ചു പറഞ്ഞാൽ അവന്റെ സഹോദരന്റെ ഭാര്യ മൂപ്പന്മാർ കാണുകെ അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ കാലിൽ നിന്ന് ചെരിപ്പഴിച്ച് അവന്റെ മുഖത്ത് കുത്തി, സഹോദരന്റെ വീട് പണിയാത്ത പുരുഷനോട് ഇങ്ങനെ ചെയ്യുന്നത് പ്രത്യുത്തരം പറയണം. ചെരിപ്പഴിഞ്ഞവന്റെ കുടുംബം എന്ന് ഇസ്രായേലിൽ അവന്റെ കുടുംബത്തിന്റെ പേർ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായോ? ദൈവം ഇത് പ്രമാണപ്രകാരം അവരുടെ മേൽ നൽകിയ ഒരു വസ്തുതയാണ്. പിന്നീട് യഹൂദയുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നതിനും, ഇനി യഹൂദയുടെ തലമുറ പിന്നീട് എങ്ങനെ ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ഭാഗത്ത് വന്നെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? മരുമകളിൽ യഹൂദായിക്ക് ബന്ധം ഉണ്ടായിട്ട് ജനിച്ച ആദ്യത്തെ കുഞ്ഞ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞെ ജനിച്ചുള്ളൂ, അതിനുശേഷം അദ്ദേഹം ആ ബന്ധം തുടർന്നില്ല എന്ന് വേദോസ്തം പറയുന്നു. ആ കുട്ടിയാണ് പിന്നീട് അവരുടെ തലമുറ അല്ലെങ്കിൽ വംശം നിലനിർത്തിയത്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ ഓനാന് പറ്റിയൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഓനാന് ചെരിപ്പഴിഞ്ഞവന്റെ കുടുംബം എന്നുള്ള പേര് വേണ്ട. അവന് ലഭിക്കുന്ന കുഞ്ഞ് മറ്റൊരു കുടുംബത്തിൽ അവകാശിയാകണ്ട, അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ കുടുംബത്തിലേക്ക് അവകാശിക്കാൻ പല കാരണങ്ങളുണ്ടായിരിക്കാം. കാരണം സ്വത്ത് ഒരു കാര്യമാകാൻ സാധ്യത കൂടുതലാണ്. കാരണം
ഇവനിലൂടെ അല്ലെങ്കിൽ അടുത്തത് വരാൻ ചിലപ്പോൾ മറ്റൊരു വഴിയില്ലായിരിക്കാം, അതുകൊണ്ട് ഈ സ്വത്ത് കൂടെ തനിക്ക് വന്നു ചേരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടോ, എന്തോ ആയിരിക്കും, നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ എന്തായാലും പല മാനക്കേടുകളും പല മാനങ്ങളും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കാൻ ആഗ്രഹിച്ചു. കൂട്ടായ്മയിൽ വരുമ്പോൾ ഒരു പ്രാർത്ഥനാ വിഷയം പറയാൻ നമുക്ക് സന്തോഷമുണ്ട്. കൂട്ടു സഹോദരങ്ങൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരു ആത്മാവിന് ബലവുമുണ്ട്. ഇതിവിടെ നിന്ന് അനുഭവിക്കുന്ന ആദ്യത്തെ സന്തോഷം. കൂട്ടായ്മയ്ക്ക് കടന്നു വരുമ്പോൾ നിങ്ങളൊരു ശുശ്രൂഷ അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. ശുശ്രൂഷ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇല്ലെങ്കിലും കുറെ പേർക്കൊക്കെ സന്തോഷം. ദൈവത്തിന് സ്തോത്രം. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ശുശ്രൂഷിക്കുകയും 99 പേര് 100 പേരുണ്ടെങ്കിൽ ബാക്കി 99 പേരും അനുഭവിച്ചുകൊണ്ട് പോകുന്ന സംഗതി അല്ല. പുതിയ നിയമസഭയെക്കുറിച്ച് വ്യക്തമായിട്ട് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഓരോരുത്തരും ശുശ്രൂഷിക്കുന്ന സ്ഥലമാണ്. ഇനി ഇത് പറയുമ്പോഴും ചില ശുശ്രൂഷകളുടെ കാര്യങ്ങളിൽ പലതും തിരഞ്ഞെടുക്കുമ്പോൾ അതിനൊരു തീരുമാനം ഞാൻ ഇതിനകത്ത് എൻ്റെ ഭാഗത്തുനിന്ന് നിർബന്ധമായിട്ട് വയ്ക്കാറുണ്ട്. എന്നാൽ സകല ശുശ്രൂഷകളും ഞാൻ എൻ്റെ പോക്കറ്റിലായിട്ട് വയ്ക്കാറില്ല, എൻ്റെ കുടുംബത്തിനായിട്ട് വീതിച്ച് കൊടുക്കാറുമില്ല. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയുകയും ചെയ്യാം. എന്നാൽ ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടിയാണെന്ന് മാത്രം കരുതിയാൽ മതി. ചിലതൊന്നും വ്യക്തമാക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഇനി ഇന്നത്തെ ശുശ്രൂഷകൾ പോലും ഞാൻ കൊടുത്തിട്ട് വാങ്ങിക്കാതെ എൻ്റെ മേൽ വന്നതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമായി കാണുമെന്ന് ഞാൻ കരുതട്ടെ. ഒരു കൂട്ടായ്മ നമുക്ക് അനുഭവിക്കാൻ വേണ്ടി മാത്രമുള്ള ലോകമല്ല. ഇനി ദൈവം ഇതിൻ്റെ കണക്ക് എടുക്കുമെന്നുള്ളതിന് സംശയമല്ലോ ഉണ്ടോ? വേണമെങ്കിൽ പഴയ നിയമത്തിലുള്ളത് നമുക്ക് ബുദ്ധിയുപദേശത്തിന് എഴുതി വെച്ചേക്കുന്നത്. അവിടെ നിന്ന് ഒരു കാര്യം പറയട്ടെ, അതല്ല നിങ്ങൾ പുതിയ നിയമം മാത്രമേ വായിക്കത്തുള്ളൂ എന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വയ്ക്കും. ഓക്കെ ആണെങ്കിൽ പഴയ നിയമം വായിക്കാം. ലേവ്യ 25:4 വായിച്ചു. നമ്മൾ ഒത്തിരി തവണ വായിച്ചിട്ടുള്ള വാക്യങ്ങളാണ്. ഈ 20 വായിച്ചില്ല, അതിന് ഞാൻ അടുത്ത വായിക്കാൻ പോകുന്നത്. മതി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് കൊടുത്ത നിയമം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് ആദ്യത്തെ വർഷം കൃഷി ചെയ്യണം, രണ്ടാമത്തെ വർഷം കൃഷി ചെയ്യണം, 6 വർഷവും കൃഷി ചെയ്യണം, 7ാമത്തെ വർഷം എന്ത് ചെയ്യണം? ഒന്നും ചെയ്യരുത്, കിട്ടുന്നതെടുത്ത് ജീവിച്ചോണം. ദൈവം പറഞ്ഞേക്കുന്ന 6ാമത്തെ വർഷം നിങ്ങൾക്ക് 2 വർഷത്തേക്കല്ല 3 വർഷത്തേക്കുള്ള തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ 7ാമത്തെ വർഷം നിങ്ങളുടെ നിലമില്ലാത്ത ആർക്കും കൃഷി ചെയ്യാം, ആർക്കും അതിൽ നിന്ന് വിളവെടുക്കാം. 490 വർഷം അവർ ഈ നിയമം പാലിച്ചില്ല. ഇതുകൊണ്ടാണ് പത്രോസ് ചോദിച്ചത്, ഞാൻ എത്ര തവണ ക്ഷമിക്കണമെന്ന്. 7 times 70 എന്ന് ദൈവം പറഞ്ഞു, യേശുക്രിസ്തു പറഞ്ഞു. രണ്ടും കൂടെ ഒന്ന് ഗുണിക്കുമ്പോൾ എത്രയായി? ഞാൻ ഇത്രയും വർഷം ക്ഷമിച്ചെന്ന്. മനസ്സിലായോ? 490 വർഷം ദൈവം ഈ പറഞ്ഞ ഈ പ്രവൃത്തി ചെയ്യാതിരുന്നപ്പോ ദൈവം എന്ത് ചെയ്തു? ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം 36:22. എന്നാൽ ഇരമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരശിന്റെ മനസ്സുണർത്തി. 2 ദിനവൃത്താന്തം 36:22. ഇരമ്യാ മുഖാന്തരം ശരിയാണ്. ആണോ? വായിച്ചു, ബാക്കി വായിച്ചു. ഇരമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അതിന്റെ ശബത്തുകളെ അനുഭവിച്ചു കഴിയും. അതെ, ദേശം അതിന്റെ ശബത്തുകളെ അനുഭവിച്ച് കഴിയുവോളം തന്നെ 70 സംവത്സരം തികയോളം 70 സംവത്സരം തികയുവോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശബത്ത് അനുഭവിച്ചു. അപ്പൊ നിങ്ങള് ശബത്ത് ആചരിക്കുമ്പോ എന്തൊക്കെ ശബത്ത് ആചരിക്കുന്നുണ്ട്? ജോലി സ്ഥലത്ത് നിങ്ങൾ ഇടുന്ന കവറുകൾ ഉൾപ്പെടെ ശബത്ത് ആചരിക്കുക. കവറുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. നിങ്ങൾ ഇവിടെ ഇട്ടവരാരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഇട്ടവരുണ്ട്. അതുവരെ ശബത്ത് ആചരിക്കുക. അതിന്റെ നാറ്റമെങ്കിലും ഒന്ന് മാറി കിട്ടും. ഒരു കഴുകി വെയിലത്തൊക്കെ ഇട്ട് കഴിയും.
ശബത്തിന് നിങ്ങളുടെ പ്രമാണമല്ല, അത് യഹൂദന്മാരാണെന്നായിരിക്കും നിങ്ങൾ, ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വേറെ കാര്യമുണ്ട്. ഈ എന്നെ ഞാൻ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ സമയം ചെലവാക്കിയില്ലെങ്കിൽ ദൈവത്തിനുള്ളൊരു മാർഗം നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ നിലത്തൊട്ടെ വിശുദ്ധന്മാരാണ്, ഞാനത് മാറ്റി വയ്ക്കുക. എവിടെയെങ്കിലും കിടത്തിയാലേ നോക്കൂ. ഓട്ടം നമുക്ക് ആവുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓട്ടം കൊണ്ട് നമുക്ക് തികയത്തില്ല. മീറ്റിങ്ങിന് പോയാൽ ശരിയാവത്തില്ല. ജോലി ചില വ്യവസായികളെ ഞാൻ എടുക്കുക കേട്ടോ. കാര്യം നിങ്ങളെ കുറ്റം പറയാൻ വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ എളുപ്പത്തിൽ. അല്ലേ വേണ്ട, ഇന്ന് ജോലിക്കാരായിക്കോട്ടെ. കമ്പനിയിൽ ഞാൻ ചെന്നില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല അല്ലേ? ഇങ്ങനെ ജോലി ചെയ്ത് എത്രയോ പേരുടെ കല്ലറ ഇപ്പോൾ നാട്ടിലുണ്ടെന്നറിയാം. എത്രയോ പേരുടെ. ദൈവത്തിന് സാർ നമ്മുടെ കൂടെ ഇത് പറഞ്ഞുതരാനും ആൾ കാണും കേട്ടോ. ഞാൻ ജോലി ചെയ്ത പല സ്ഥലത്തും എന്നോടുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ. ആ സ്ഥാപനങ്ങളൊക്കെ എന്നൊക്കെ സുഖമായിട്ട് നടക്കുന്നുണ്ട്. വെറുതെ ആൾക്കാർ നമ്മളെ തോന്നിപ്പിക്കുന്നൊരു സംഗതിയാണ്. നമ്മളില്ലെങ്കിൽ ലോകം ചലിക്കത്തില്ല എന്നൊക്കെ തോന്നുന്ന വെറുതെയാണ്. ഓരോ ദിവസവും ലോകം ചലിക്കുന്നത് കുറേ പേരെ കൊന്നുകൊണ്ട് തന്നെയാണ്. ജീവിക്കാനുള്ളവരെ പോലും കുറേ പേരെ കൊന്നുകൊണ്ട് തന്നെയാണ് ഈ ലോകം ചലിക്കുന്നത് ഓരോ ദിവസവും. നമ്മളെ ശബത്ത് അനുഭവിപ്പിക്കാൻ, നമ്മളെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യിപ്പിക്കാൻ നമുക്ക് മയക്കുവെടി വെക്കണം എന്ന് നമ്മൾ തന്നെ പറയരുത്. ദൈവത്തിന് സ്വാഗതം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ നമ്മൾ പ്രതിജ്ഞ എടുത്തവരാണ്. നമ്മളിന്ന് പാടിയ പാട്ട് ഭയങ്കര അർത്ഥവത്തായ പാട്ടാണ്. എനിക്ക് ചില വരികൾ ഭയങ്കര സന്തോഷം തോന്നിയൊരു സംഗതിയുണ്ട്. ദൂതന്മാർക്ക് പറയാൻ പറ്റാത്ത ചില അവകാശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ പാട്ട് പാടാൻ ആഗ്രഹമുള്ളവരെ, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി കണ്ട് സന്തോഷിക്കാൻ അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് പറയാൻ പറ്റാത്ത സന്തോഷം പറയാൻ കഴിയുന്നവരാണ് നമ്മൾ. വീണ്ടെടുപ്പിൻ്റെ ഗാനം അവർക്ക് പാടാൻ പറ്റത്തില്ല. അവർക്ക് വീണ്ടെടുപ്പൊന്നും ലഭിച്ചിട്ടില്ല. ദൈവത്തിന് സ്വാഗതം. സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകുന്ന അവസ്ഥയിലും പാടാൻ നമുക്ക് കഴിയണം. ദൈവത്തിന് സ്വാഗതം. നമ്മുടെ ഓരോ മേഖലയിലും നമ്മളൊരു അധ്യാപകനായിരിക്കാം, നമ്മളൊരു തൊഴിലാളിയായിരിക്കാം, നമ്മളൊരു മാനേജറായിരിക്കാം, നമ്മൾ തൊഴിൽ ദാതാവായിരിക്കാം, ഇതൊന്നും അല്ലെങ്കിൽ ഒരു കുടുംബസ്ഥനോ കുടുംബിനിയോ ഒക്കെ ആയിരിക്കാം. ഭാര്യയാണ്, ഭർത്താവാണ്, മാതാവാണ്, മകളാണ്, മകനാണ്. ഈ ഓരോ സ്ഥാനത്തും ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രതിച്ഛായ മൊത്തമായിട്ട് മാറുക. അവിടെ നിങ്ങൾ കൊടുക്കുന്ന പ്രോമിസ് മാറുകയാണ്. അവിടെ മനുഷ്യനുമായിട്ടല്ല നിങ്ങളുടെ കരാറ് ദൈവമായിട്ടാണ്. ദൈവത്തിന് സാറ് ഈ മാറ്റം നിങ്ങൾ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞു. നിങ്ങളെ കരാറ് ലംഘിക്കുന്നെങ്കിൽ ഇവിടെ അല്ല അത് ലംഘിക്കപ്പെടുന്നത്, ദൈവത്തോടാണ് ഇത് ലംഘിക്കപ്പെടുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ സൂചന മാത്രം പറഞ്ഞുകൂടാ, വാക്കുകൾ പോകാനുള്ള സമയമൊന്നുമില്ല. പൗലോസ് ഓരോ മേഖലയിൽ ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് തൻ്റെ ലേഖനങ്ങളിൽ ആലോചന പറഞ്ഞിട്ടുണ്ട്. ഭാര്യയായിരിക്കുന്നവൻ, ഭർത്താവായിരിക്കുന്നവൻ, മാതാവായിരിക്കുന്നവൻ, പിതാവായിരിക്കുന്നവൻ, കുട്ടിയായിരിക്കുന്നവൻ, ഇനി അപ്പനായിരിക്കുന്നവൻ, അമ്മയായിരിക്കുന്നവൻ, തൊഴിലാളിയായിരിക്കുന്നവൻ, തൊഴിൽദാതാവായിരിക്കുന്നവൻ, ഓരോരുത്തർക്കും വ്യക്തമായ ആലോചന ഓരോ സമയത്തും പൗലോസ് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അന്നത്തെ ജനം ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നടക്കുകയും ഈ തിരിച്ചറിവ് ഇല്ലാതെ ജീവിക്കുകയും ചെയ്തതുകൊണ്ടാണ്. അല്ലാതെ യേശുക്രിസ്തു പറയാതെ വിട്ടുപോയതൊന്നുമല്ല. യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾ ധാരാളമായിരുന്നു നമുക്കിതിലൂടെ കടന്നു പോകാൻ, ഇത് മനസ്സിലാക്കാൻ, ഇതനുസരിച്ച് ജീവിക്കാൻ. വചനം വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നീതിബോധം ചെറുതൊന്നുമല്ല. ദൈവത്തിന് സ്വരം. നമുക്ക് അനീതി ചെറുതായാലും ചെയ്യാൻ നമ്മുടെ മനസ്സറയ്ക്കും, നമുക്ക് ലജ്ജയുണ്ടാകും. പക്ഷെ നമുക്ക് 4 പേരെ തള്ളിക്കളഞ്ഞേച്ച് ഒരു ക്യൂവിൻ്റെ മുമ്പിലോട്ട് കയറി നിൽക്കാൻ ഒരു സാവകാശം കിട്ടിയാൽ നമുക്ക് ഒരു ലജ്ജയും തോന്നാറില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പഴയ ഒരവസ്ഥയെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരവസ്ഥ. നമുക്ക് ആ സംഗതി നമുക്ക് ലജ്ജ തോന്നേണ്ട അവസ്ഥയാണ്. കാര്യം പുറകെ ക്യൂ നിന്ന 10, 50, 20 എത്ര പേരോ, അത് ബിവറേജസ് ആയാലും അവരെ ലജ്ജിപ്പിച്ചുകൊണ്ട് മുമ്പിൽ കയറുന്നത് യോഗ്യമല്ല ഒരാൾക്കും. മനുഷ്യരെ പറയുന്ന വെറുതെ ഒന്നുമല്ല. ബിവറേജസിന്റെ മുമ്പിൽ കാണുന്ന ആ ഒരു അച്ചടക്കവും വേറെ ഒരു സ്ഥലത്തെയും ക്യൂവിൽ കാണാറില്ല. കണ്ടുണ്ടോ സിനിമാ തിയേറ്ററിന്റെ മുമ്പിൽ? എനിക്കിപ്പോഴറിയത്തില്ല കേട്ടോ. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഈ സിനിമയൊക്കെ തിരക്കുള്ള ദിവസങ്ങളിൽ ഇറങ്ങുന്ന ദിവസമൊക്കെ ആണെങ്കിൽ ആ ഏറ്റവും മുമ്പിൽ നിന്ന് ചെന്ന് ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട. മൂടുപ്പൊക്കെ വലിച്ചു കീറി ദേഹമൊക്കെ ചതഞ്ഞായിരിക്കും ഇതൊക്കെ നമ്മൾ തിരിച്ചു വരും.
എന്നാൽ മറ്റേ സ്ഥലത്ത് നോക്ക്, അതിൻ്റെ 7 ഇരട്ടി ആളുണ്ടാവും. വളഞ്ഞും പുളഞ്ഞും പാമ്പ് പോലെ ലോകം മൊത്തം കിടക്കും. ഇതുകൊണ്ട് നമുക്ക് പലപ്പോഴും മാന്യത ലഭിക്കാതെ പോകുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനികളുടെ ഇതൊന്നും വേണ്ട, ഇതിന് സമാനമായിട്ട് സിനിമാ തിയേറ്ററിലൊന്നും പോണ്ട. പെന്തക്കോസുകാരുടെ കല്യാണത്തിൻ്റെ ആദ്യത്തെ പന്തി ആ ഷട്ടർ തുറക്കുന്ന സംഗതി മാത്രം പോയി നോക്കിയെന്നാണ്. ആഹാരം കണ്ടിട്ടില്ലാതെ ആഫ്രിക്കയിൽ കിടക്കുന്നവന് ആഹാരം കൊണ്ട് കൊടുത്താൽ പോലും ഇത്രയും ആക്രാന്തം കാണത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ ഒക്കെ എടുത്ത് നോക്കും. ഹെലികോപ്റ്ററിൽ നിന്ന് ഇടുന്നത് കാണാം, അല്ലെങ്കിൽ ട്രക്കിൽ കൊണ്ടിറക്കി കൊടുക്കുന്നത് കാണാം. ദൈവത്തിന് സ്വാർ നമ്മൾ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിത്വം. നമ്മൾ ഈ ഉന്തും തള്ളുമൊക്കെ കഴിക്കുമ്പോൾ ആലോചിച്ച് വേണം നമ്മൾ തിരിച്ചേക്കുന്ന ആരെയാ. ഒന്നുമില്ലെങ്കിൽ മറ്റേ ആ താടി വെച്ച ഒരു ക്രിസ്തുവിൻ്റെ പടം ഉണ്ടല്ലോ, ഇതെങ്കിലും നിങ്ങളുടെ ദേഹത്തിട്ടേക്കാണെങ്കിൽ നിങ്ങൾ ധരിച്ചോണം. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. അത്രയും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ പ്രവൃത്തികൾ നമുക്ക് വിട്ടു നിൽക്കാൻ പറ്റും. ദൈവത്തിന് സ്വാതന്ത്ര്യം. നമ്മളെ ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഓരോ മേഖലയിലും ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വേണ്ടി തന്നിരിക്കുന്നത്. ഓരോന്നും വ്യത്യാസമായിട്ട് ഞാൻ പറയേണ്ട കാര്യം പോലുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഇതെല്ലാം അതിനകത്ത് അർത്ഥവത്തായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷിതാവിനെയാണ് യേശുവാണ് നമ്മളെ നടത്തുന്നത്. ഓരോ നിമിഷവും നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുന്നത് യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു അനുഗാമിയായിട്ടാണ്. ആ സ്വഭാവം വെളിപ്പെടുത്തിക്കൊണ്ടാണ്. ദൈവത്തിന് സ്വാതന്ത്ര്യം. ഞാൻ തിരുമേശയുടെ ശുശ്രൂഷയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്.